നമസ്കാരം. അങ്ങനെ ഇടുക്കി ജില്ലയിലൂടെയുള്ള 24ന്റെ മണ്ഡല പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. തൊടുപുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നഗരമണ്ഡലമാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ഹൈറേഞ്ച് മേഖലയിലുമുണ്ട്. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വിവിധ വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് തൊടുപുഴയുടെ വികസനം, തൊടുപുഴ ടൌണിന്റെ വികസനം, അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധം വികസനം, ഒപ്പം തന്നെ തോട്ടം മേഖല, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെയും ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ മണ്ഡലത്തിന്റെ മറ്റു പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളായി, അതായത് 11 തവണ മത്സരിച്ച 10 തവണയും MLA സ്ഥാനം പിടിച്ചെടുത്ത ഒരു വ്യക്തിയാണ് PJ ജോസഫ്. അദ്ദേഹത്തിന്റെ പേരിലാണ് സത്യം പറഞ്ഞാൽ ഈ മണ്ഡലം അറിയപ്പെടുന്നത് തന്നെ. ഇത്തവണ എന്തായാലും അദ്ദേഹം മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന്റെ മകനാണ് ഇവിടെ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDF-നെ സംബന്ധിച്ചാണെങ്കിലും അവർക്കേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു. PJ ജോസഫിലൂടെ അവർ പലതവണ ഈ മണ്ഡലം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇതുൾപ്പെടെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ഈ മണ്ഡലത്തിന്റെ, അതായത് തൊടുപുഴ മണ്ഡലത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ. ഈ മണ്ഡലത്തിലെ ഒരു മത്സര ചിത്രം പറയുകയാണെങ്കിൽ 2 കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. PJ ജോസഫിന്റെ ഓട്ടോ ചിഹ്നം, അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഓട്ടോ ചിഹ്നം, അതിൽ മത്സരിക്കാൻ പോകുന്നത് മകൻ അബു ജോൺ ജോസഫാണ്. PJ ജോസഫ് കഴിഞ്ഞ തവണ 30,000-ലേറെ വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചതെങ്കിൽ ഇത്തവണ മകനിലൂടെ എത്ര ഭൂരിപക്ഷം നേടാനാകുമെന്നുള്ളതൊരു രാഷ്ട്രീയ ആകാംക്ഷയാണ്. മറ്റൊന്ന്, കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. സിറിയക് ചാഴിക്കാടനാണ്. അദ്ദേഹത്തിന് എത്രത്തോളം വോട്ട് സമാഹരിക്കാനാകും, അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള വ്യക്തിബന്ധങ്ങൾ എല്ലാം വെച്ച് എത്രത്തോളം വോട്ട് സമാഹരിക്കാനാകുമെന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് അറിയാൻ സാധിക്കുക. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് ഏറെ ആധിപത്യമുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാകുമോ, ഇനി ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഒരു ആകാംക്ഷ നിറഞ്ഞ കാര്യമാണ്. NDAക്ക് വേണ്ടി ഇനി മത്സരിക്കാൻ പോകുന്നത് 2020-യിലൂടെ റോയ് വരിക്കാടാണ്. 2020യെ കുറിച്ച് പറയുകയാണെങ്കിൽ NDAയുടെ ഭാഗമായി വന്നതിന് ശേഷം അവർ ഇടുക്കി ജില്ലയിൽ മത്സരിക്കുന്ന ഏക മണ്ഡലം എന്ന് പറയുന്നത് അത് തൊടുപുഴയാണ്. അതോടൊപ്പം തന്നെ എറണാകുളത്തോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ തൊടുപുഴ എന്ന് പറയുന്നത്. അപ്പോൾ 2020ക്ക് ഈ മണ്ഡലത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താനാകുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. റോയ് വരിക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി 2016 ഈ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി എത്രത്തോളം വോട്ട് സമാഹരിക്കാനാകും, അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ട് ഭൂരിപക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴാണ് കുറച്ച് വ്യാപാരികളെ കണ്ടത്. ഇവരോട് നമുക്ക് ചോദിക്കാം ഈ മണ്ഡലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ മണ്ഡലത്തിലെ ഒരു അവസ്ഥ? ഞങ്ങൾ തൊടുപുഴക്കാരെ സംബന്ധിച്ച് തൊടുപുഴ MLA PJ ജോസഫ് സാറൻ തൊടുപുഴയുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത MLA ആണ് ജോസഫ് സാറ്. അപ്പോൾ ജോസഫ് സാറ് തൊടുപുഴയ്ക്ക് ധാരാളം ബൈപ്പാസുകൾ, 9ഓളം ബൈപ്പാസുകൾ തൊടുപുഴയ്ക്ക് കൊണ്ടുവന്ന് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയാവുന്ന തൊടുപുഴയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ വളരെ സഹകരിച്ചാണ് പോകുന്നത്. അപ്പോ ഈ തൊടുപുഴയെ സംബന്ധിച്ച് കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള വലിയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതായത് ജോസഫ് വിഭാഗവും മാണി വിഭാഗവും. ഏതെങ്കിലും തരത്തിലൊരു വ്യത്യാസം ഇവിടെ വരാൻ സാധ്യതയുണ്ടോ? വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തു വെച്ച ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. PJ ജോസഫ് സാർ ഇപ്പം മോനായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ LDF അവരും ഈ പറഞ്ഞ പോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ തൊടുപുഴത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അതെ, ഉയർന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന് പറയുന്നത് പദ്ധതികൾ പലതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്നുള്ളതാണ്. അത് അങ്ങനെയാണോ? അങ്ങനെയല്ല, പ്രഖ്യാപിച്ചൊക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിരിക്കും ഉണ്ടാകാൻ പോകുന്നതാണ് വിശ്വാസം. അതോടൊപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ തൊടുപുഴയിൽ ഈ ടൗണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ പാർക്കിംഗ് സൗകര്യമില്ല. അപ്പൊ വ്യാപാരികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ ആവാറുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. പാർക്കിംഗ് പിന്നെ ഇവിടെ റോഡുകൾ കണ്ടാലും വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിലും ടൗണിനകത്ത് പാർക്കിംഗ് കുറവാണ്. പക്ഷേ വ്യാപാരികളെ സംബന്ധിച്ചോളം നിങ്ങൾ ഹാപ്പിയാണ് ആ കാര്യത്തിലും. കാരണം വലിയ കുഴപ്പമില്ലാണ്ട കാര്യങ്ങൾ ഓടുന്നുണ്ട്. പക്ഷേ ഇനി വികസിച്ച് വരുന്ന തൊഴിലേക്ക്, കാരണം തൊഴിൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവി നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പോൾ വരുന്ന സർക്കാർ ഈ പാർക്കിന്റെ അടുത്ത് നല്ല അനുകൂല തീരുമാനം എടുത്താൽ വികസിച്ചുകൊണ്ടേയിരിക്കും തൊടുപുഴ. അപ്പൊ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ UDF-ന് ഏതെങ്കിലും ഒരു സാധ്യത? വ്യാപാരിയെ സംബന്ധിച്ച് ഞങ്ങൾ പാർട്ടിപരമായിട്ട് നിൽക്കാറില്ല. നമുക്ക് സഹായം ചെയ്യുന്നവരെ നമ്മൾ അങ്ങോട്ട് സഹായിക്കുന്നുള്ള വ്യക്തിപരമായിട്ടോ പാർട്ടിപരമായിട്ടുള്ള നിലപാട് നമ്മുടെ അസോസിയേഷനില്ല. വരുന്നവരെ നമ്മൾ കൂടത്തിൽ നിർത്തും. ഞങ്ങളെ ആ കൂടത്തിൽ നിർത്തണമെന്ന് മാത്രം ഒരു അഭിപ്രായം പറയുന്നത്. അപ്പൊ ആര് വരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തത ആ ചേട്ടൻ വരുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ജോസഫ് വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണിത്. 2 മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് മത്സരം കൊടുക്കുന്നത്. 2 മുന്നണികൾക്കും വിജയപ്രതീക്ഷയുണ്ട്. അത്രയൊക്കെ പറയാനുള്ളൂ.
അതാണ് രണ്ട് മുന്നണികൾക്കും വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചലനം എൻ ഡി എക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ചേട്ടാ, എൻ ഡി എക്ക് ഏതെങ്കിലും തരത്തിലൊരു ചലനം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? വോട്ട് ഷെയറിനെയൊക്കെ അത് ബാധിക്കും. എൻ ഡി എക്ക് ഈ നിയോജക മണ്ഡലത്തിൽ, തൊഴിൽ നിയോജക മണ്ഡലത്തിൽ എൻ ഡി എ 2020-ക്കാണ് ഈ സീറ്റ് നൽകിയിട്ടുള്ളത്. 2020-ക്കൊന്നും വലിയ ഒരു ഫുട്ടേജ് ഇല്ലാത്ത ഒരു മണ്ഡലമാണ് തൊടുപുഴയിൽ. നിങ്ങളുടെ ചോദ്യത്തിന് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയുകയാണെങ്കിൽ എൻ ഡി എക്ക് ഇവിടെ ഒരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞങ്ങളിവിടെ ഒരു മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം ഒക്കെ നടത്തിയിരുന്നു. ഇതിനകത്ത് ഞങ്ങൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ അവരുടെ വിഷൻ എന്താണെന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും തൊടുപുഴയുടെ വികസന സാധ്യതകളെക്കുറിച്ചും തൊടുപുഴയിൽ എന്തൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഒക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ഞങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും വികസന കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ അപ്പു ജോൺ ജോസഫ് കുറച്ചുകൂടി ഈ കാര്യത്തിൽ സ്റ്റഡീഡ് ആണ് എന്ന് തോന്നുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഫാദർ ഒരു 50 വർഷമായി നോക്കി നിലനിർത്തി കൊണ്ടുവന്ന ഒരു മണ്ഡലത്തിലെ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു തുടർച്ച അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് കൈമാറി. അതാണ്. അപ്പൊ അബു ജോൺ ജോസഫിലൂടെ കൂടുതൽ ഈ മണ്ഡലത്തിലേക്ക് വോട്ടുകൾ കുറച്ചും കൂടി കൂട്ടാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വെച്ച് പുലർത്തുന്നു. നമുക്ക് ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടേഴ്സിനോട് കൂടി കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. ചേച്ചി നമസ്കാരം. തൊടുപുഴ മണ്ഡലത്തിലെ വോട്ടറല്ലേ? അതെ. ആര് വരും? അപ്പു ജോൺ വരും. അതായത് പി ജെ ജോസഫിന്റെ പ്രവർത്തനത്തിലൊക്കെ പൂർണ്ണ സംതൃപ്തിയാണ്. അതെ. അപ്പൊ ഇവര് പറയുന്ന പോലെ തന്നെയാണ് പി ജെ ജോസഫിന്റെ പ്രവർത്തനം അത് ഈ മണ്ഡലത്തിൽ അത് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ വ്യാപാരികൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 50 വർഷമായി ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് പി ജെ ജോസഫ് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. ചേട്ടാ നമസ്കാരം. വോട്ടർ കച്ചവടമൊക്കെ എങ്ങനെ? കുഴപ്പമില്ലാണ്ട് പോണു. ചേട്ടാ, ഈ മണ്ഡലത്തിലെ വോട്ടറാണോ? പിന്നെ അപ്പൊ പി ജെ ജോസഫ് സാറിന്റെ മകനാണ് ഇത്തവണ മത്സരിക്കുന്നത്. അനു ജോസഫ്. ഞാൻ പരിചയപ്പെട്ടു, ഇവിടെ കൊടിയൊക്കെ ഉയർത്താൻ വന്നായിരുന്നു. അദ്ദേഹത്തിന് തന്നെയാണോ സാധ്യത? അല്ല, അങ്ങനെ സാധ്യത പറയുന്നെങ്കിലും പറയാൻ പറ്റത്തില്ല. ത്രികോണ മത്സരമല്ലേ, ആരാ വരുന്നത്? എല്ലാവരും വന്നാലും നമുക്ക് നല്ലത്. ചേച്ചി, ആർക്കാണ് സാധ്യത? LDF തന്നെ തൂക്കും, ഉറപ്പ്. ഒരു മാറ്റം. ഞാനൊരു LDF കാരിയാണ്. നമ്മുടെ തൊടുപുഴയിലെ കാഞ്ഞിരമറ്റം മേഖലയില് നമ്മൾ വനിതകളുടെ വൈസ് പ്രസിഡന്റാണ്. എന്നാണെങ്കിലും LDF തന്നെ തൂക്കും, വേറെ മാറ്റമൊന്നുമില്ല. നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇവിടെ പി ജെ ജോസഫിന്റെ പ്രവർത്തനം ഭയങ്കര മികവുറ്റതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ UDF ഇനി ഏതെങ്കിലും രണ്ട് കേരള കോൺഗ്രസുകാർ തമ്മിലാണല്ലോ മത്സരം. അപ്പൊ രണ്ടിലേക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈസി ആയിട്ട് രണ്ടിലെ ഈസിയാ. രണ്ടിലെ ഈസിയാണ്. രണ്ടിലല്ല, പി ജോസഫിന്റെ മാൻ. ഓട്ടോറിക്ഷ ജയിച്ചിരിക്കും ഇവിടെ, വൻപുരുഷ ജയിക്കും. അപ്പൊ നമ്മൾ അതെ. അപ്പൊ നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ ഇപ്പോഴും പി ജെ ജോസഫിന്റെ ആ പ്രവർത്തനത്തെ തന്നെയാണ് എടുത്തു പറയുന്നത്. എന്തായാലും ഏപ്രിൽ 9-ാം തീയതി നമ്മുടെ ഇവിടുത്തെ വോട്ടേഴ്സ് മണ്ഡലത്തിൽ എത്തുമ്പോൾ അവരുടെ ചിന്ത അത് ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയണം. അതിനി മെയ് 4 വരെ കാത്തിരിക്കണം. അപ്പോ നമ്മളുടെ ഇടുക്കി ജില്ലയിലെ മണ്ഡലങ്ങളിലൂടെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.